ഞാനൊരു തയ്യൽക്കാരനാ. എന്റെ പൊന്നുമോൾക്ക് എന്റെ ഹൃദയം കൊണ്ട് നെയ്തുന്ന കുപ്പായം എല്ലാ ദിവസവും ഞാൻ ഇത് നോക്കിക്കാണും. ഞാനെന്നോ നടക്കുന്നതും കളിക്കുന്നതൊക്കെ സ്വപ്നം കാണുമായിരുന്നു. ഇപ്പൊ ഞാൻ ഈ കുപ്പായം ഇട്ട് കൊടുക്കുന്നു. അവളുടെ ശവകുടീരത്തിലാണ്. ശവകുടീരത്തിൽ സർവചരാചരങ്ങളും സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. നിനക്കൊരു പെൺകുഞ്ഞിനെ വരദാനമായി തന്നതും എന്നിലൂടെയാണ്. പക്ഷേ നീ നിന്റെ കുഞ്ഞിനെ തിരുനായകർക്ക് കഴിച്ചിട്ടുവാൻ വേണ്ടി ഇതിന്റെ പാപഭാരം നീ നിന്റെ തലമുറയിൽ അനുഭവിച്ചിട്ടുണ്ട്.
ഫിലിം നായകൻ മരിക്കാൻ പാടില്ല. ഇനി എന്റെ ജീവിതം എനിക്ക് നാടിന് വേണ്ടിയായിരിക്കും. നമ്മളൊന്ന് വിചാരിച്ചാൽ ഈ നാട് നന്നാവണമെന്നും പോകുന്നില്ലടാ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ. നിനക്കൊരു കുടുംബമുള്ള കാര്യം നീ പറഞ്ഞു. നീ ധൈര്യമായിട്ട് നമ്മുടെ നാട് എത്രയോ വിപ്ലവങ്ങളിലൂടെ പരിവർത്തനങ്ങൾ നടന്നതാണ്. എന്നിട്ടും എന്താ ഇവിടെ എല്ലാവർക്കും നീതി ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇന്ന് പിന്നോട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ ഇഷ്ടം പോലെ നിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കും. നിന്റെ കൂടെ ഞങ്ങളും ധൈര്യമായി. ഇതിനെല്ലാം കാരണം നമ്മൾ ഇവന്റെ കൂടെ നിന്നിട്ട് കാര്യം അവരുടെ തോന്നില്ല. നമുക്കിതിനൊക്കെ ഒരു പോംവഴി എന്ന് പറയുമ്പോൾ ഒരു വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു മൃഗസ്നേഹിയുണ്ട്, പേര് മഞ്ജുഷ. ഓ, നമ്മുടെ പപ്പേട്ടന്റെ മരുന്നുണ്ട്. അതന്നെ, നമുക്ക് അവരെ ചെന്നൊന്ന് കണ്ടാലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകാം. നമസ്കാരം മേഡം, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മേഡം, എന്റെ മകൾ നായ കടിച്ചു പോകുന്നു മേഡം. മേഡം, നിങ്ങളുടെ പ്രാക്ടീഷോ കാണാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മൃഗത്തിനോട് കൊടുക്കുന്നത് ഇത്തിരി മാന്യത മനുഷ്യരോട് കാണിക്കാത്ത ഒരു വർഗം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവരുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ലാന്ന്. മാഡം, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരനെയും പണക്കാരനെയും മക്കളെ പട്ടികൾ കഴിക്കുന്നില്ല. പട്ടികൾ കഴിക്കുന്നത് മൊത്തം ഈ സതീശനെ പോലുള്ള പാവപ്പെട്ടവരുടെ മക്കളെയാണ്. ഇതിന് ഈ ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞങ്ങളെ പോലുള്ളവരൊക്കെ തന്നെയാണ് ഇതിനൊക്കെ കാരണം. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? എനിക്ക് മൃഗസ്നേഹമാണെന്നോ? ഒന്നുമല്ല, ഒന്നുമല്ല. എനിക്ക് സ്നേഹമേ
അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ആയതിനാൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. The court is adjourned. മനുഷ്യർക്കുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്ക് പുറമെ പ്രകൃതിയിൽക്കുന്ന വിചാരണയായിരിക്കും ഏറ്റവും കാരണകരമായി. കർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഓരോ പ്രതിഫലങ്ങളും. വിചാരണ എന്ന ലഘുനാടകം ഇവിടെ സമാപിച്ചു.